ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി നമ്മളത് വർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ 2 ബ്രേക്ക് ചെക്ക് ചെയ്യാനും അതുപോലെ ആക്സിലേറ്റർ കേബിൾ മാറുക, പിന്നെ ഒരു 50 കിലോമീറ്റർ ഓടുമ്പോൾ ഒരു മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. പിന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലി ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളതിൻ്റെ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്ക്സ് കിടക്കുന്നത് ഒരു കുറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്രേക്സാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ അലോയ് വീലിന് വരുന്ന ബ്രേക്സും അല്ല, സ്പോക്ക് വീലിൻ്റെ വരുന്ന ബ്രേക്സാണ്. നമ്മൾ ഈ ബ്രേക്സ് തുറക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഹബിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. ഈ ഹബിനും വേണം ഈ ചെറിയൊരു തേയ്മാനം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹബ്ബ് പോളിഷ് ചെയ്തിട്ട് വേണം നമുക്ക് ബ്രേക്സ് മാറ്റിയിടാം. തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ബ്രേക്സ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പോൾ സൗണ്ട് ഒരുവിധം മാറിക്കോളും. ഇത് വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹബ്ബ് കൂടി പോളിഷ് ചെയ്തിട്ട് വേണം കയറ്റാം. ഈ ബാക്ക് വീലും ഫ്രണ്ട് വീലും സെയിം കംപ്ലയിൻ്റാണ്. തൽക്കാലം 2 വീലിൻ്റെ ബ്രേക്സ് മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അത് ഫ്രണ്ട് വീല് ആയാലും അതേ കംപ്ലയിൻ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഫ്രണ്ട് വീലിൻ്റെ ഹബിനും അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം കാണിക്കുന്നുണ്ട്. ആ ഫ്രണ്ടിൽ കിടക്കുന്ന ബ്രേക്സും കുറഞ്ഞ ബ്രാൻഡ് ബ്രേക്സാണ്. ഈ ബ്രേക്സ് കൊണ്ടുവന്ന ഒരു കംപ്ലയിൻ്റാണ് വീലിൻ്റെ ഹബിന് പറ്റിയിരിക്കുന്നത് കേട്ടോ. 2 ബ്രേക്സും മാറ്റിയിട്ട് പുതിയത് വെച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. വീലിൻ്റെ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ടെങ്കിൽ പോളിഷ് ചെയ്ത് കിട്ടും. പോളിഷ് ചെയ്ത് കയറ്റിയാൽ തന്നെ ഏകദേശം നമുക്ക് 2 വീലിനും കൂടി ഏകദേശം 500 രൂപ അതിന് മാത്രം വരും. പിന്നെ 2 ടയറും അയച്ചിട്ട് പോകും. ടയർ ഫില്ലിങ്ങും വരും. ഒരു 100-160 രൂപ അതിന് മാത്രം വരും. അപ്പോൾ 2 ബ്രേക്സ് മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് വീലിൻ്റെ റബ്ബർ പൊട്ടിക്കിടക്കുകയാണ്. ഈ ഡാമ്പർ പറയും, അത് 2 സെറ്റ് റബ്ബർ പൊട്ടിക്കിടക്കുകയാണ്. പിന്നെ 2 സെറ്റ് പൊട്ടാറായിട്ടുണ്ട്. അത് നമുക്ക് സെറ്റായിട്ടേ വരുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കേബിൾ മാറ്റാൻ വേണ്ടിയിട്ട് ആക്സിഡൻറ്റിൻ്റെ കേബിൾ കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. പിന്നെ 50 കിലോമീറ്ററിൽ മിസ്സിങ് പറഞ്ഞാൽ നമുക്ക് നിലവിൽ ഓടിച്ച് നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും കിട്ടിയില്ല. പിന്നെ ഒന്നാണെങ്കിൽ പിന്നെ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തിട്ട് വരും. കാർബറേറ്റർ അഴിച്ച് ചെക്ക് ചെയ്യാൻ തന്നെ നമുക്കൊരു ഏകദേശം ഒരു 500-550 രൂപ അടുത്ത് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യുന്നില്ല. അതിൻ്റെ ആക്സിഡൻറ്റ് കേബിൾ മാത്രമേ മാറ്റുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ഫിക്സ് മാറ്റുന്ന കൂട്ടത്തിൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും ചെയ്ത് തന്നെയാണ് വർക്കിൻ്റെ എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് റിപ്ലൈ ചെയ്താൽ കേട്ടോ. ഓക്കെ.